നമസ്കാരം. നമ്മളിന്ന് ദീർബഹൂട്ടി എന്ന പാഠത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഇതിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 7 ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് പ്രശ്നോത്തരം, ചോദ്യോത്തരം. 2 മിലാൻകരി, ചേരുംപടി ചേർക്കാനായിട്ട്. 3 പ്രത്യേക की तुलना किसके साथ की गई है, ആ ചേരുംപടി ചേർക്കുന്നത് എന്തിനോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു എന്ന് എഴുതാനായിട്ട്. പിന്നെ ഘടനാവോങ്കോ സൂചിബദ്ധ കരി, സംഭവങ്ങളെ ക്രമമായി എഴുതുക. പട്കഥ തയ്യാർക്കഥ, തിരക്കഥ എഴുതുക. ദോസ്തിക്ക് യാദ് പർ ടിപ്പണി ലിഖി, സൗഹൃദത്തിന്റെ ഓർമ്മക്കുറിപ്പ് എഴുതുക. പരസർഗ യുക്ത വാക്യ കഹാനി സെ ചുൻകർ ലിഖി, അതായത് കാക്കേക്കി സംബന്ധകാരക, അത് ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ പാഠത്തിൽ നിന്നും എടുത്ത് എഴുതുക. പിന്നെ അവസാനം നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, അർത്ഥം, അതും കൂടെ നമ്മൾ നോക്കുന്നു. അങ്ങനെ 8 പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രശ്നോത്തരത്തിലേക്ക് കിടക്കാം. ഇതിൽ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് 4 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ബാദൽ കോ ദേഖ്കർ ഖഡേ കോ നഹി ധുലാന ചായി, ദുകാൻദാറിനെ ऐसा क्यों कहा. അപ്പോൾ മഴക്കാർ കണ്ടിട്ട് കുടം കമത്തി കളയരുത് എന്ന് പറഞ്ഞത്, ദുകാൻദാർ കടക്കാരൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഉത്തരം, दुकान में स्याही की बोतल खाली हो गई थी. यह बात जानने के पहले ही साहिल ने बची हुई स्याही जमीन में छिड़क दिया. यह सुनकर दुकानदार ऐसा कहा. അപ്പോൾ കടയിലുള്ള ആ മഷിക്കുപ്പി തീർന്ന വിവരം അറിയാതെ സാഹില് തന്റെ പേനയിലുണ്ടായിരുന്ന മിച്ചമുണ്ടായിരുന്ന മഷി കുടഞ്ഞു കളഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോഴാണ് കടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ബാദൽ കോ ദേഖ്കർ ഖഡേ കോ നഹി ധുലാന ചാഹി എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി ക്യൂ. അവള് അവന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവന്റെ മുഖത്തേക്ക്, അവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ സാധിച്ചില്ല, എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. മാത് സാബ് ने साहिल के सामने बेला को पीटा, इस पर अपने को शर्मिंदा महसूस करने के कारण. അപ്പോൾ മാസ് സാറ് സാഹിലിന്റെ മുമ്പിൽ വെച്ചാണ് ബേലയെ അടിച്ചത്, അല്ലെ വഴക്ക് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ്, ആ നാണക്കേട് കൊണ്ടാണ് അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ പറ്റാതെ വന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? അതായത് ഈ കുട്ടികളെ കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ഇതിന്റെ അർത്ഥം എന്താണ് എന്ന്. इन बच्चों की उमंग और खुशी देखकर गांधी की मूर्ति भी खुश हो गई होगी. ഈ കുട്ടികളുടെ ഉത്സാഹവും സന്തോഷവും കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ പോലും സന്തോഷവാനായി കാണും എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇനി അവസാനത്തെ ചോദ്യം, यह बारिश से पहले की बारिश का एक दिन था. कहानी के प्रसंग में यह कैसे सार्थक होता है. बारिश से पहले का बारिश, മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴ എന്ന് ഈ കഥയിൽ അത് എത്രത്തോളം യോജിക്കുന്നതാണ്, അർത്ഥവത്താണ് എന്നുള്ളതാണ്. हमेशा साथ एक साथ चलने वाले साहिल और बेला कुछ दिनों के बाद पढ़ने के लिए अलग अलग जगहों पर जाएंगे. ഒരെന്നും ഒരുമിച്ചായിരുന്ന സാഹിലും ബേലയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഈസ് ബിഛുടൻ കെ ബാരേമേം ബതാക്കർ ദോനോ കെ ആംഖേം ഫർ ഗയി. ഈ വേർപാടിനെ കുറിച്ച് ചിന്തിച്ച് അവരുടെ മനസ്സിൽ വലിയ വിഷമം, കണ്ണുകൾ നിറഞ്ഞു. ഇസ്ലിയെ വഹ് ബാരിഷ് സെ പഹലെ കി ബാരിഷ് കാ എക് ദിൻ ഥാ. അതുകൊണ്ടാണിത് മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴ ദിവസം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഹ് വാക്യ കഹാനി കെ പ്രസംഗ മേ സാർത്ഥക ഹോത്താ ഹെ. ഈ വിശേഷണം ഈ കഥയുടെ സന്ദർഭത്തിന് വളരെയധികം യോജിച്ചതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മിലാൻകരി എന്നുള്ളതാണ്. അപ്പോൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ
അത് നമുക്കൊന്ന് നോക്കാം. സാഹിൽ കി ആംഖേ. സാഹിൽ കി ആംഖേ എന്തിനോടാണ്? അത് ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഥ. ബീർ ബഹൂട്ടിയെ പോലെ ചുവന്നതാണ്. അതുപോലെ ചൽത്തി ബീർ ബഹൂട്ടിയ അനുയോജിക്കുന്നത് ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി ബൂന്തി, നടക്കുന്ന രക്തത്തുള്ളികളെ പോലെ. സാഹിൽ കെ ആൻസു, സാഹിലിന്റെ കണ്ണുനീര് ബാരിഷ് കി ബൂന്തി, മഴ തുള്ളി പോലെ. സാഹിൽ കി ചോട്ട്, സാഹിലിന്റെ മുറിവ് ബീർ ബഹൂട്ടി ക രംഗ് ജैसे, ബീർ ബഹൂട്ടിയുടെ കളർ പോലെ തന്നെയാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. പ്രത്യേക കി തുലന കിസ്കെ സാത്ത് കി ഗയ് ഹെ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ചേരുംപടിയെ ചേർത്തിരിക്കുന്ന ആദ്യത്തെ വാചകം എന്തിനോടാണ് തുലനപ്പെടുത്തിയിരിക്കുന്നത്? അതിൽ തന്നെ ഉത്തരം എല്ലാത്തിലും ഉണ്ട്, എങ്കിലും ഒന്നുകൂടെ നമ്മൾ സെന്റൻസ് ആയിട്ട് എഴുതുന്നു. സാഹിൽ കി ലാൽ ആंखों की तुलना बीर बहूटी से की गई है. चलती बीर बहूटियों की तुलना चलती फिरती खून की प्यारी प्यारी बूंदों से की गई है. साहिल के आंसू की तुलना बारिश की बूंदों से की गई है. साहिल की चोट की तुलना बीर बहूटी के रंग से की गई है. इन्हें അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. കഹാനി की घटनाओं को सूचीबद्ध करो എന്നാണ്. അപ്പോൾ ഈ കഥയിലെ സംഭവങ്ങളെ പ്രമാണികതമായി എഴുതുക എന്നതാണ്. ഒന്നാമത്തേത് गीली जमीन पर बेला और साहिल का बीर बहूटियों का खोजना. 2 पेन में स्याही भरना, പേനയിലെ മഷി നിറയ്ക്കാൻ പോകുന്നു. कक्षा में दोनों के पास पास बैठना और पढ़ना, ക്ലാസ്സിലെ രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നു, പഠിക്കുന്നു. ദീപാവലി की छुट्टियों में दोनों को चोट लगना, ദീപാവലിയുടെ അവധിയിൽ രണ്ടുപേർക്കും മുറിവുണ്ടാകുന്നത്. दोनों 5वीं से 6ठी कक्षा में आना, രണ്ടുപേരും 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് വരുന്നത്. दोनों का अलग अलग होना, രണ്ടുപേരും വേർപിരിയും. ഇത് അതിന്റെ ക്രമബദ്ധമായി പറഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തത് പട്കഥ തയ്യാർ കരെ എന്നുള്ളതാണ്. പട്കഥ എന്ന് വെച്ചാൽ നമുക്കറിയാം തിരക്കഥയാണ്. ഞങ്ങൾ 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചു TV എന്ന പാഠം, അതൊരു തിരക്കഥയായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ്. അപ്പം ഇതിൽ സന്ദർഭങ്ങൾ, നിരവധി സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളൊക്കെ ഡയലോഗ് രൂപത്തിൽ, തിരക്കഥാ രൂപത്തിൽ നമ്മൾ എഴുതുക എന്നതാണ്. അപ്പോൾ അതിലെ ഒരു മോഡൽ, ആദ്യത്തെ ആ സിറ്റുവേഷന്റെ ഒരു മോഡൽ വായിക്കാം. സാഹിലും ബേലയും തമ്മിലുള്ള ആ സംഭാഷണത്തിന്റെ തിരക്കഥ. സാഹിൽ: बेला देखो यहाँ बीर बहूटियां है. बेला: कहाँ? साहिल: यहाँ देखो, इसका रंग तुम्हारे रिबन जैसा लाल है. बेला: ठीक है, कितना मुलायम है यह. साहिल: तुमने कुछ सुना? बेला: हाँ, पहले खंडे लग गई है. साहिल: लेकिन दुकान से मुझे पेन में स्याही भरवानी है. बेला: तो जल्दी चलो. അപ്പോൾ ഇതാണ് ഒരു ഉദാഹരണം, അല്ലെ നമൂന എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റ് സന്ദർഭങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പട്കഥ തയ്യാറാക്കാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്നി കിസി ദോസ്തി കി യാദ് പർ ടിപ്പണി ലിഖെ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തുള്ള ഒരു സൗഹൃദത്തിന്റെ ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു നമൂന വായിക്കാം. मेरे नए विद्यालय का नाम एडन स्कूल था. मेरे मन में अजीब सी घबराहट थी. कक्षा में मेरे पास बैठी एक छात्रा ने अत्यंत स्नेह से मेरा परिचय पूछा. वह मुझसे दोस्ती करने को आतुर हो उठी. उसका नाम देवू था. शने शने मेरे मन की आशंकाएं समाप्त हो गई. देवू मेरे लिए सेवा करके साथ थी. हम साथ साथ बैठती थी, भोजन बांटकर खाती थी. उसमें स्वार्थ भावना नहीं थी. वह बहुत उदार भी थी. मैंने उससे समझा मधुर वचन कैसे औषधि बनती है. देवू के कारण नए स्कूल में मैं भी एक परिचित छात्रा बन गई. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കാ കെ കി ക പ്രയോഗമാണ്. കാ കെ കി നമ്മൾ സംബന്ധകാരക് എന്നാണ് പറയുന്നത്.
അപ്പോൾ സംജ്ഞയോ അല്ലെങ്കിൽ സർവനാമങ്ങളോ തമ്മിൽ വാക്യങ്ങളുമായിട്ട് പരസ്പരം ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പരസർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിന് ഉദാഹരണം 4 തന്നിട്ടുണ്ട്. 11 साल का लड़का जा रहा था. 11 വയസ്സുള്ള ആൺകുട്ടി പോവുകയായിരുന്നു. ബേലാക്കെ പാവ് അഭി ഭി കാം രഹേ ഥേ. ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുകയായിരുന്നു. സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി. മഷിക്കുപ്പി ഇപ്പോഴാണ് തീർന്നത്. പാനി കി ബൂന്തേം അടക്കി ഹുയി ഥി. വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു. അപ്പോൾ ഇവിടെ കാ, കെ, കി ഇവയുടെ പ്രയോഗം നാം ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം വരുന്ന സംജ്ഞ അതിന്റെ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ ഏകവചനാണോ ബഹുവചനാണോ എന്ന് നോക്കിയിട്ടാണ്. ഒന്നാമത്തെ സെന്റൻസിൽ 11 साल का ലടുക്ക. അപ്പോൾ ലടുക്ക ഏകവചനം പുല്ലിംഗ ആയതുകൊണ്ടാണ് ക എന്നത്. അതുപോലെ തന്നെ ബേലാക്കെ പാവ്. പാവ് എന്നുള്ളത് ഒന്നിൽ കൂടുതലുണ്ട്, 2 കാലുകൾ എന്നുള്ളതുകൊണ്ടാണ് കെ വന്നത്. അതുപോലെ തന്നെ സ്യാഹി കി ബോട്ടിൽ. കീ വന്നത് ബോട്ടിൽ എന്നുള്ളത് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ്. അതുപോലെ ബൂന്തേം എന്നുള്ളതും സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് കി വന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ കാ, കെ, കി സെന്റൻസുകളിൽ ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ऐसे പരസർഗയുക്ത വാക്യ കഹാനി സെ ചുൻകർ ലിഖ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ ഈ പാഠത്തിൽ നിന്നും എടുത്തെഴുതുക എന്നാണ്. അപ്പോൾ 1-2 ഉദാഹരണം ഞാൻ വായിക്കാം, ബാക്കി നിങ്ങൾ സ്വയം പാഠത്തിൽ നിന്ന് കണ്ടെത്തണം. पेड़ों के तने अभी भी गीली थे. 1981 का साल. कस्बे की लगभग सूनी तंग गलियां. स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. वे उसके बाल पकड़कर फेंकने वाले थे. രവിവാർ കാ ദിൻ ഥ. അപ്പം ഇതൊക്കെയാണ് ഇതുപോലെ പരസർഗ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടത്, ഇത് ഈ സംബന്ധകാരക് എന്ന് പറയുന്നത് കാരകങ്ങൾ, ഹിന്ദിയിൽ കാരകങ്ങൾ 8 തരത്തിലുണ്ട്. അതിലെ ഒന്നാണ് ഈ സംബന്ധകാരക് എന്ന് പറയുന്നത്. മറ്റു കാരകങ്ങളുടെ പേരും കൂടെ പറയാം. കർത്താകാരക്, കർമ്മകാരക്. കർത്താകാരക് എന്ന് പറയുന്നത് നേയാണ്. അതുപോലെ കർമ്മകാരക് എന്ന് പറയുന്നത് കോ. കരൺ കാരക്കുണ്ട്, അതിന് സെ എന്ന് പറയും. സമ്പ്രദാൻ കാരക് കോ കെ ലിയെ. സംബന്ധകാരക് കാ, കെ, കി. അതുപോലെ അപാദാൻ കാരക് സെ. അധികരൺ കാരക് മേം, പർ. സംബോധൻ കാരക് അരേ, ഹെ. അപ്പോൾ അതിൻ്റെ ഒരു നിർവചനം കൂടെ പറയാം. संज्ञा या सर्वनाम का संबंध दूसरे से जोड़ने वाले शब्दों को कारक कहते हैं. कारक 8 प्रकार के हैं. അതാണ് ഇപ്പോൾ പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞാൽ നാമത്തെയോ സർവനാമത്തെയോ മറ്റ് വാക്കുകളുമായി കൂട്ടിച്ചേർക്കുന്ന വാക്കുകളെ കാരകങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ അതിലെ സംബന്ധ കാരകാണ് നമ്മൾ കൂടുതലായിട്ട് ഈ പാഠത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. നമുക്ക് ബീർ ബഹൂട്ടിയാം പാഠത്തിലെ നയ ശബ്ദ അല്ലെങ്കിൽ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഒന്ന് ഓടിച്ച് നോക്കാം. അടുക്കന എന്ന് വെച്ചാൽ രുക്കന, നിൽക്കുക എന്നാണ് അർത്ഥം. ആഖിർ അവസാനം. ഉഗന വളരുക. കതാർ പങ്ക്തിയ ശ്രേണി എന്ന് വെച്ചാൽ നിരനിരയായിട്ട് എന്നുള്ള അർത്ഥത്തിൽ. കസ്ബ ചോട്ടാ ഷഹർ ചെറിയ പട്ടണം. കീൽ ആണി. ഖാമോഷ് മൗന് നിശബ്ദമാകുക. ഖുർ ചൗപ്പായും കെ പയർ കാ നിച്ചല ഭാഗ് ജോ ബീച്ച് മേ സെ പട്ടാ ഹോത്താ ഹെ എന്നാണ്. അതായത് ഈ കട്ടിലിന്റെ ഒക്കെ അടിഭാഗം, അതിന്റെ ഇടയ്ക്കൊക്കെ പൊട്ടിയിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഗഡ്ഡ കുഴി. ഗദ്ബദി എന്ന് വെച്ചാൽ മുലായം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള. ധുൽന കിസി ദ്രവ പദാർത്ഥമേ ഫലീഭാന്തി മിൽ ജാന, നന്നായിട്ട് അലിഞ്ഞു ചേരുക എന്നാണ് ധുൽന. ചിഡാന ഖിഛാന. ഛത്ത് ഖർക്ക ഛാച്ചൽ, മേൽക്കൂരയാണ് ഛത്ത്. ഛാപ്പട്ട് പണ്ണ ഉംഗലിയോം സെ ഗാൽ പർ മാർന, ഛാപ്പട്ട് മാർന മുഖത്ത് അടിക്കുക എന്നാണ്. ചൂംന ലഹരാന, ഇങ്ങനെ വീശുക അല്ലെങ്കിൽ ആടി ഉലയുക. ടാപ്പ് ചൗപ്പായും കെ പയർ കാ വഭാവ് ജോ ഭൂമി പർ പട്താ ഹെ, അതായത്
കട്ടിലിന്റെ ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന ഭാഗം. ഠേഡ് 1.5. തങ്ക് ഗലി, സങ്കരി ഗലി എന്ന് വെച്ചാൽ വളരെ തിരക്ക് ഉള്ള. നസ്ദീഖ് പാസ്, അടുത്ത്. നീം വേപ്പുമരം ആണ് നീം. അതുപോലെ പാത് പത്ത, ഇല ആണ്. പിണ്ടലി കുട്ടനയ്ക്ക് പീച്ചേക്ക നിച്ചല മാംസല ഭാഗം, നമ്മുടെ കാലിന്റെ അടിഭാഗം ആണ്, ഉപ്പൂറ്റിയുടെ മുകളിലുള്ള ഭാഗമാണ്. ഫുസ്ഫസാന മന്ദ സ്വർമ്മേകാന, ഇങ്ങനെ പിറുപിറുക്കുക ആണ് ഫുസ്ഫസാന. പേരിവാല കിസി വസ്തു കോ ലാദ് കർ ഗലി ഗലിമേ ഘൂം കർ ബേച്ചനെ വാല, അത് ചുറ്റി നടന്ന് വിൽക്കുന്നയാളെയാണ് പേരിവാല എന്ന് പറയുന്നത്. ബദൻ ഉഖാഡെ കുംഭാർ, അർത്ഥ് നഗ്ന ശരീർ വാലെ കുംഭാർ, അതായത് ഈ കളിമണ്ണൊക്കെ ഉണ്ടാക്കുന്ന കുശവൻ എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നത്. ബസ്ത ധൈല, സഞ്ചി ആണ്. ബാജ്ര അന്നക്ക എക്ക് പൗധ ഉസ്ക ദാന, ബാജ്രയുടെ വിത്താണ്. ബാജ്ര എന്ന് പറയുന്ന ഒരു ധാന്യമാണ്. ബേഡോൾ കുരൂപ്, വൃത്തിഹീനമായിട്ടുള്ള അല്ലെങ്കിൽ വൈകല്യമുള്ള എന്നുള്ളത്. മൂങ്ഫലി നിലക്കടലയാണ്. വിരാട് വിശാൽ, വിശാലമായ. ശരം ലജ്ജ, നാണം. ശർമീന്ദ, അതും അതേ അർത്ഥം തന്നെയാണ്, ലജ്ജിത്. സരീഖ സമ്മാൻ, ആദരവ്. സുർഖ് രക്തവർണ്ണം, രക്തത്തിന്റെ നിറം. സൂന ശൂന്യം. അപ്പോൾ ഇതാണ് ഇതുകൂടാതെ ധാരാളം വാക്കുകൾ ഇതിലുണ്ട് എങ്കിലും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ. അപ്പോൾ ഈ വാക്കുകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്കിത് എഴുതുമ്പോഴൊക്കെ തെറ്റുകൂടാതെ എഴുതാനായിട്ട് സാധിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുവാനും മനസ്സിലാക്കുവാനുമായിട്ട് പരിശ്രമിക്കുക. എല്ലാവർക്കും നന്ദി.